Hi, hello guys, welcome to my channel Be Patu. It's me Patu. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയും ഫൗണ്ടേഷൻ ഇടാം എന്നുള്ളതാണ്. ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഫൗണ്ടേഷനൊക്കെ ഇടുന്നത്. നമ്മൾ സിമെൻ്റൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്താണ് ഞാൻ എൻ്റെ മുഖത്തിടുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, ഒറ്റ സ്റ്റെപ്പിൽ എൻ്റെ കാര്യം കഴിയും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. അതെങ്ങനെയാണ് ഞാൻ ഇടുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളും ഇങ്ങനെ ഇടൂ. പ്രൊഫഷണൽ അല്ലെങ്കിലും കണ്ടാൽ നല്ല പ്രൊഫഷണൽ പോലെ തോന്നിക്കുന്ന മേക്കപ്പാണ് എൻ്റെത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. നിങ്ങളും ചെയ്തോളൂ. എല്ലാവരും പ്രൊഫഷണൽ ആണെന്ന് പറയട്ടെ, അല്ലെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ബിഫോർ ഐ അപ്ലൈ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഐസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഐസ് എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് റിഫ്രഷ് ചെയ്യാന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ ആദ്യം സെറ്റാക്കി എടുക്കാം. സോ ഞാൻ ഐസ് ഇട്ടു. പെർഫെക്റ്റ്. ഞാനൊന്ന് തുടച്ചിട്ട് വരാവേ. ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫേസിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല. നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു ബേസ് കൊടുക്കുക ഫേസിന്. നമ്മൾ സാധാരണ ഫേസ് വാഷും മോയ്സ്ചറൈസറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്ന മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഇപ്പം ഫേസ് ജെൽ ഇടാൻ പോവാണ്. അലോവേറയുടെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് ജെല്ലാണ്. ഓക്കെ, ഇതിട്ടതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ആഫ്റ്റർ ഓൾ നമ്മുടെ സ്കിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും കണ്ണിക്കണ്ടതൊന്നും വാരി മുഖത്തിടരുത് എന്നൊക്കെ. നമുക്ക് വല്ലതും അറിയണം. ഒരു പ്രായമാകുമ്പോഴേക്കും ശരിക്കും സ്കിന്നൊക്കെ ചുളുങ്ങി ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ബേസ് ഇട്ടിട്ടുണ്ട്. ബേസ് മീൻസ് ഇതാണ് എൻ്റെ ബേസ്, അലോവേറ ജെൽ. ഓക്കെ, ഞാൻ ഇതിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് എൻ്റെ കയ്യിലുള്ളത് 2 ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഇതാണ് എൻ്റെ സ്കിൻ ടോണിന് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ളത്. ഇത് കുറച്ച് ലൈറ്റ് ആണ്. ഞാൻ ബയോട്ടിക്കിൻ്റെ ആണ്. സോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ കളർ എൻ്റെ ടോണിന് അത് സെറ്റ് ആവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മിക്സ് ചെയ്യും. എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രവും ചരുവും ഒക്കെ എടുക്കാം. എനിക്ക് എൻ്റെ കൈ മതി. സോ ഇതിൽ ഞാൻ വളരെ കുറച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് ശരിക്കും എൻ്റെ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ളത്. കുറച്ച് ഡാർക്ക്. മറ്റത് ആദ്യം എടുത്തത് കുറച്ച് നല്ല ഫെയർ ആയിട്ടുള്ള ഫെയർ സ്കിന്നുകാർക്ക് എന്നതൊരു ഇളം. എനിക്ക് അതാണ് ഇഷ്ടം. ഒരുപാട് ലൈറ്റ്, ഒരുമാതിരി നമ്മൾ ഈ പുട്ടിയൊക്കെ അടിച്ചതുപോലെ ഇരിക്കും. ഓക്കെ, സോ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എത്ര ഹെവി ഒന്നുമില്ല. ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഫൗണ്ടേഷനായി 2 ടോണിലുള്ള ഫൗണ്ടേഷൻ. നമ്മൾ ഒരാളെ മാത്രം എടുത്താൽ എങ്ങനെ ശരിയാവും? മറ്റേ ആൾക്ക് വിഷമാവത്തില്ലേ? അതുകൊണ്ട് നമുക്ക് 2 പേരെ എടുക്കാം. ഓക്കെ, 2 പേരും വിഷമിക്കണ്ട. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, ഞാൻ ആദ്യം അലോവേറ ജെൽ ഇട്ടു. മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഞാൻ ഒരുമിച്ച് ഞാൻ എടുത്തിരിക്കുന്നത് മാമ എർത്തിന്റെ റൈസ് വാട്ടറിന്റെ മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി ഞാൻ ഇത് തീരുമ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മാമ എർത്തിന്റെ തന്നെ റൈസ് വാട്ടറിന്റെ എല്ലാ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ടോണർ ഒക്കെ എനിക്ക് റൈസ് വാട്ടറിന്റെ എടുക്കാനാണ് ഞാൻ നിൽക്കുന്നത്.
ഓക്കെ, സോ എനിക്ക് റൈസ് വാട്ടറിൻ്റെ ഇഷ്ടമാണ്. സോ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സ്ട്രോക്ക് ക്രീമാണ്. ലൂമി ക്രീമാണ് ലാക്മേയുടെ. ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് പഴയ പാക്കേജാണ് കേട്ടോ. ഇതിൻ്റെ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി നല്ലതാണ് കാണാനും. ഞാൻ ഓർഡർ ചെയ്തത് അതാണ്, പക്ഷെ വന്നത് ഇതാണ്. പിന്നെ തിരിച്ചു കൊടുത്തില്ല, എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തില്ല. സോ അടുത്ത് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ലൂമി ക്രീമാണ്. ഒരു എന്താ പറയാ, നല്ലൊരു ബ്രൈറ്റ് ഇല്ലുമിനേറ്റിംഗ്, ലൈക്ക് എന്താണ്, ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. സോ ഇത്രയുമാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇനി മിക്സ് ചെയ്യാം. അപ്പൊ കുറച്ച് ഫൗണ്ടേഷനും കൂടുതൽ മോയ്സ്ചറൈസറും, ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. മതിയായിരുന്നു, കുഴപ്പമില്ല. മോയ്സ്ചറൈസർ ആണ് കൂടുതൽ, അതുകൊണ്ട് വലിയ വിഷയമില്ല. മേക്കപ്പ് ചെയ്യാൻ അറിയാന്നുള്ളവർ ആ സൈഡിൽ നിന്ന് തന്നെ കളിയാക്കരുത്. നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അല്ലേ? നമ്മൾ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണത്. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്യാം. എൻ്റെ സ്പോഞ്ചൊന്നും കാണാനില്ല, എവിടെയാണോ? അതെ, നമുക്കിതെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ. സോ മൊത്തത്തിൽ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി പോരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം. എടാ, ഇത് കൂടിപ്പോയിരുന്നു. ഇത് കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സ്ലോ വേറെ ഒന്നിനും കിട്ടത്തില്ല, ഒരു സ്പോഞ്ചിനും തരത്തില്ല. ഫൗണ്ടേഷൻ ഇടുമ്പോ കഴുത്ത് മറക്കല്ലോ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരു ഷൈനിങ് ഒരു അപ്പിയറൻസ് ഇല്ലേ? അതാ ലൂമി ക്രീമിന്റെ ആണ്. ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത്. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല എന്നുള്ളൊരു ലുക്കാണ് എനിക്കിഷ്ടം. ഓവറായിട്ട് ഫേസ് നമ്മൾ കാണുമ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇടുന്നത്? നീല തന്നെയാണോ ഇടുന്നത്? ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, വർക്ക് ആവുന്നുണ്ടോ, വർക്ക് ആയോ എന്നൊക്കെ കമന്റ് ഇട്ടോളൂ. ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിയും. നമ്മൾ ആദ്യം കൺസീലർ ഇടണ്ട, ഫൗണ്ടേഷൻ ഇടണ്ട, പിന്നെ അതിനുശേഷം ബ്ലഷ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഷ് ഞാൻ ഇടും, അതുപോലെ ജസ്റ്റ് ഒന്ന് പൗഡറും ചെയ്യും, ദെൻ സെറ്റിംഗ് സ്പ്രേയും. ഇത്രയും ചെയ്യുമ്പോൾ കാര്യം കഴിയും. പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചതൊന്നും ഞാൻ ചെയ്യത്തില്ല. എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ സംഭവം കഴിയണം, സമയമില്ല. അത് തന്നെയാണ്, എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചത് ബയോട്ടിക്കിൻ്റെ ഓൾ ഡേ ഫൗണ്ടേഷനാണ്. ദെൻ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ചാണ്, പക്ഷെ ഇത് കുറച്ച് ഫെയർ ആണ്. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഫെയർ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാച്ചിങ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ബയോട്ടിക്കിൻ്റെ. മീഷോയിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് LE18ൻ്റെ ഫൗണ്ടേഷനാണ്. സോ ഇത് വന്നിട്ട് എനിക്കതിൻ്റെ പ്രൈസ് ഓർമ്മയില്ല.
എനിക്കൊന്ന് 150 അതിനകത്ത് വരുന്ന അകത്താണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കുറച്ച് നാളായി ഇത് വാങ്ങിച്ചിട്ട്. ഇത് തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തിരുന്നത്. സോ ഈ രണ്ട് ഫൗണ്ടേഷനാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈസ് വാട്ടർ മോയ്സ്ചറൈസറാണ്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ചത് ലാക്മിയുടെ ലൂമി ക്രീമാണ്. ഓക്കെ, ഇത് ആമസോണിലുണ്ട്, ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ പർപ്പിൾ ആപ്പിലാണ് വാങ്ങിച്ചത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഗുഡ് വൈബ്സിൻ്റെ അലോവേറ ജെല്ലാണ്. ഇതും ഞാൻ പർപ്പിളിലാണ് വാങ്ങിച്ചത്. ഗുഡ് വൈബ്സിൻ്റെ ആണ് കേട്ടോ, നല്ലതാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.